ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിതീവ്രമായി തുടരുമ്പോൾ ഇസ്രായേലിന് കനത്ത പ്രഹരം ഏൽപ്പിച്ച ഹിസ്ബുള്ള. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ സേന വടക്കൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഗാവ് ആമിനു സമീപത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആർമി പോസ്റ്റിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 2 IDF സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. 2 എക്സ്പ്ലോസീവ് ഡ്രോണുകളാണ് സൈനിക പോസ്റ്റിന് നേരെ തൊടുത്തുവിട്ടത്. അതിനിടെ ഒക്ടോബർ 6 മുതൽ 16 വരെ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടു. ഇസ്രായേൽ സൈന്യത്തിന്റെ പുതുതായി സജ്ജീകരിച്ച ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ട വീഡിയോയിലുണ്ട്. ഗസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ഹമാസ് ശക്തമായ പ്രതിരോധം തുടരുകയാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഗസയിൽ 2ഇടങ്ങളിലായി ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഹമാസ് കനത്ത ആക്രമണം നടത്തി. ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖൊസം ബ്രിഗേഡാണ് ആക്രമണം നടത്തിയത്. ഗസയിലെ തെൽ അൽ ഹവ മേഖലയിലാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ മരിച്ചവരെയും പരിക്കേറ്റവരെയും ഇസ്രായേൽ സേന ഹെലികോപ്റ്ററിൽ പ്രദേശത്തുനിന്ന് മാറ്റിയതായി ഹമാസ് അവകാശപ്പെട്ടു. അതിനിടെ ഖത്തറിൽ നടത്തിയ വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു. ചർച്ചകളിൽ ഹമാസ് പങ്കെടുത്തിരുന്നില്ല. വ്യാഴാഴ്ചയാണ് വെടിനിർത്തലിന് വേണ്ടി ഖത്തറിൽ ചർച്ചകൾ തുടങ്ങിയത്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. 2 ദിവസമായി ദോഹയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത്. മെയ് 31 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത്. ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരുന്നു. ഹമാസ് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതായാണ് വിവരം. ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണി നിലനിൽക്കെ അതിനെ തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകളെ കാണുന്നത്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. നിരന്തരമായ ചർച്ചകൾ വിഫലമാക്കുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു. അതിനിടെ ചർച്ച അടുത്ത ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കെയ്റോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധി അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട്.